എമ്പുരാന്റെ ടിക്കറ്റ് 150 രൂപ ഉള്ളൂ. പക്ഷെ 100 രൂപയ്ക്ക് കൊടുക്കും. എമ്പുരാന്റെ ടിക്കറ്റ്, നമ്മുടെ ലാലേട്ടന്റെ പടം, മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ പടം. 150 രൂപ ടിക്കറ്റ് 100 രൂപയ്ക്ക് കൊടുക്കും. എമ്പുരാന്റെ ടിക്കറ്റ് 150 രൂപയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ 100 രൂപയ്ക്ക് കൊടുക്കും. ലാഭമാണ്. 100 രൂപ. ഇതെല്ലാം പടം എല്ലാരും പറയുന്നതാ. മോഹൻലാലിന്റെ ക്യാരക്ടർ അടിപൊളിയാണ്. എബ്രാം കൃഷി. എബ്രാം കൃഷിയല്ല, ഖുറേഷി എബ്രാം ഖുറേഷി എബ്രാം ഖുറേഷി. വലിയ വരം കേട്ടോ. ഇത് മാർച്ച് 27-ാം തീയതി ടിക്കറ്റ് റിലീസിന്റെ അന്നത്തെ. അന്നാണ് എമ്പുരാൻ റിലീസ് ആയെന്ന് എല്ലാ മലയാളികൾക്കും അറിയാലോ. മാസം 1 ഇപ്പൊ ഇത്. ഇത് അന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് അന്ന് കാണാൻ പറ്റിയില്ല. അത് ഇന്നാണ് ആരെങ്കിലും മണ്ടയ്ക്ക് വെച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നത്. പിന്നെ കാണണം, സൂപ്പർ പടമാണ്. കണ്ടിട്ട് ഞങ്ങൾ മോഹൻലാൽ ഫാൻസിന് വേണ്ടിട്ട് ഒരു റൈറ്റ് ഒക്കെ എഴുതിയിടണം. കിടിലാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊളാബ് ഇട്ടാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. മറക്കാതെ കാണണേ. ഇനി 2 ടിക്കറ്റ് കൂടെ ഉണ്ട്. അതാ ശ്രീവിദ്യക്കും ഡയാനയും കൊടുക്കണം. ബോധമില്ലാത്തോട് വാങ്ങിച്ചോളും. 27. അപ്പൊ ചിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ റെഡി ആയിക്കോ. ബാറ്ററി ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോ. കിരൺ ചേട്ടന്റെയും പ്രശാന്തന്റെ ഒരു തിയേറ്റർ സ്കിറ്റ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടിച്ചക്കപ്ലാമൂട് രവി സംവിധാനം ചെയ്ത എനിക്കെന്തിന്റെ കേടായിരുന്നു എന്ന സിനിമയുടെ റിലീസ് ചെയ്ത സിനിമയുടെ തിയേറ്ററിന്റെ മൂത്രപ്പുരയിലാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, സിനിമ ഇന്റർവെല്ലായിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു മനുഷ്യന് പോലും ഇല്ല. ഈ സിനിമ വൻ ഫ്ലോപ്പാണ്. ആ സംവിധായകനോട് അതേ ചോദ്യം ഞാൻ ചോദിക്കുന്നു, തനിക്കെന്തിന്റെ കേടായിരുന്നു? ഇയാൾക്കെന്തിന്റെ കേടാണ്? ഇതിന്റെ കേടാണിത്. അല്ല, റിവ്യൂ ഇടുന്നു. മോശം പടം എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്തെ, സെക്കൻഡ് ഷോ കഴിഞ്ഞ തിയേറ്റർ അടച്ച് ഇവിടെ ആകെ ഞാനും താനും അവർ ഫ്രണ്ട് ഇരിക്കുന്ന സെക്യൂരിറ്റിയും ആ ബൾബിന്റെ കീഴിൽ ഇരിക്കണം പല്ലി മാത്രമേ ഉള്ളൂ. എന്തിന്റെ കുഴപ്പമാണ്? പടം കൊള്ളത്തില്ല. പടം കൊള്ളത്തില്ലെന്നോ? ഞാൻ പടം കണ്ടായിരുന്നു. പടം ഞാൻ കണ്ടു. ആ പടത്തിൽ എവിടെയാണ് മോശം എനിക്കറിയണം. ആ പടത്തില് തുടങ്ങുമ്പോ നായകനാണോ മോശം? നായകൻ കിടിലമായിരുന്നു. അപ്പൊ നായികയായിരിക്കും. നായിക പുതിയ കുട്ടിയാണെന്ന് പറയത്തേ ഇല്ല. അടിപൊളി. അപ്പൊ പാട്ടുകളോ? പാട്ട് ഗംഭീരം കേട്ടോ. എന്ത് മ്യൂസിക്കാന്നറിയോ? കഥയോ? കഥയാണ് ഹൈലൈറ്റ്. ഇതുപോലുള്ള കഥകൾ മലയാള സിനിമയിൽ ഇനിയും വരണം. സംവിധാനം ഒരിക്കലും മോശം. മേക്കിംഗ് അടിപൊളി, ഒന്നും പറയില്ല. പക്ഷെ പടം കൊള്ളത്തില്ല. നിങ്ങളൊക്കെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ശാപം. ഓരോ നടന്മാരുടെ പേരിൽ റിവ്യൂ ഇടും, ഓരോ സിനിമയ്ക്ക് വേണ്ടി റിവ്യൂ ഇടും. നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറഞ്ഞൂടെ സുഹൃത്തെ? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ മലയാള സിനിമ പ്രതിസന്ധിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജയസൂര്യ, അദ്ദേഹത്തിന് ഇപ്പൊ സിനിമയുണ്ടോ? ഇതൊക്കെ ആര് പറഞ്ഞു നിങ്ങളെടുത്ത്? സിനിമ ഇവിടെ വെളിയിലൊരു ബോർഡ് ഇരിപ്പുണ്ട്, എന്ന് വായിച്ചു നോക്കണം. അദ്ദേഹം പുതിയ ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ്സാണ്? പുതിയ ബിസിനസ്, വേസ്റ്റ് ടൈൽ കട്ടർ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജയസൂര്യ വേസ്റ്റ് ടൈൽ കട്ടർ. അത് വാടക കൊടുക്കായിരിക്കും. സുഹൃത്തെ, ജയസൂര്യ വേഴ്സറ്റൈൽ ആക്ടർ. അതാണ്. അപ്പൊ നമ്മളെ മമ്മൂക്കയെ കുറിച്ചൊന്നും പറയരുത്. പറയുന്ന കേക്കോ സുഹൃത്ത്. എന്തോരം സിനിമകൾ ചെയ്തു, എന്തോരം കഥാപാത്രങ്ങൾ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് തോന്നിക്കാണ് ഒരു ഗ്യാപ്പ് എടുക്കാം, ഒരു ബിസിനസ് തുടങ്ങാം. പുള്ളിയും ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. മമ്മൂക്ക ബിസിനസ് തുടങ്ങി. ഡിസംബർ 25-ാം തീയതി ക്രിസ്മസിന്റെ നിറക്കാനുള്ള സ്റ്റാർ പുള്ളി ബിസിനസ്. മനസ്സിലായില്ല. വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സുഹൃത്തെ, മമ്മൂട്ടി മൈക്കാ സ്റ്റാർ. മമ്മൂട്ടി ദ മെഗാ സ്റ്റാർ. അല്ലാതെ വായിക്കാറ്. ഈ സിനിമ നടന്മാരെ കുറിച്ച് അങ്ങനെ പറയല്ലോ. മലയാള സിനിമ പ്രതിസന്ധിയിലല്ല. മലയാള സിനിമ പ്രതിസന്ധിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല സിനിമകൾ വരുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ എന്ത് വിരോധാഭാസമാണ് നടന്നിരിക്കുന്നത്? എന്ത് വിരോധാഭാസം? ആസ്ട്രേലിയയിൽ പോയി പഠിച്ചൊരു പയ്യൻ ഇവിടെ തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പഠിച്ചൊരു പയ്യനെ വെച്ച് സിനിമ ചെയ്തിരിക്കുന്നു. എമ്പുരാൻ. പൃഥ്വിരാജിനെ മോഹൻലാലിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അടിപൊളി, മാച്ച് കെട്ടും മിക്കവാറും കേട്ടോ. നന്നായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സിനിമ നടന്മാരോട് സിനിമാക്കാരോടൊക്കെ എന്തിനാണ് ഇത്രയും വിരോധം? ഒന്നും അല്ലെങ്കിൽ തന്നെ ഇതുപോലുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്ത് കിട്ടും? എന്റെ സുഹൃത്തെ, മൾട്ടിപ്ലക്സ് തിയേറ്ററിന്റെ മഹിമെന്ന് താങ്കൾ പറയരുത്. ഇത് വെറും പറ്റിപ്പാണ്. 64 ബിറ്റ് ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് അതിന്റെ അകത്ത് ശബ്ദ കോലാഹലം? ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാൾ കയറിയിരുന്ന പടത്തിന് എഴുതി കാണുമ്പോൾ കഴിയുമ്പോൾ ആള് ചാവും. അറിയാമോ? അതൊക്കെ നമ്മളെ പണ്ടത്തെ ഓലാപുര തിയേറ്റർ. അവിടെ ശബ്ദ കോലാഹലം ഒന്നും ഇല്ലേ? 2 കാലത്തിനകത്ത് സ്പീക്കർ കിട്ടിയ എന്ത് കോലാഹലം ഉണ്ടാവാനാണ് സുഹൃത്തെ. മാത്രമല്ല നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ പൂച്ച എലിയൊക്കെ വന്ന് കാല് മസാജ് ചെയ്ത് തരും. ടിക്കറ്റ് കിട്ടില്ലെന്ന് വെച്ച് പേടിക്കണ്ട, ഓലയുടെ ഇടയിൽ കൂടെ ഗ്യാപ്പിൽ ഇട്ട് കാണാം. എന്തെല്ലാം പരിപാടികളുണ്ട്. വലിയ പ്രതിസന്ധി ഇല്ലായിരുന്നു. ഭയങ്കര പ്രതിസന്ധി നിങ്ങളൊക്കെ കാരണമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ റിവ്യൂ കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചൊരു ഹിന്ദി സിനിമ റിലീസ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ട് രാം ഗോപാൽ ശർമ്മയുടെ ആ പടത്തിന് എന്തായിരുന്നോ കുഴപ്പം? ആ പടം മോശമായിരുന്നു സുഹൃത്തെ. എന്ത് മോശം? മോശം എന്ന് പറഞ്ഞാൽ എന്റെ എഴുതി കാണിപ്പേ മോശം. അതിനുശേഷം ഞാൻ ഉറങ്ങിപ്പോയി. ആയമ്പോഴൊന്നിരുന്ന് ഉറങ്ങിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ റിവ്യൂ ഇടുന്നത്. ഇതൊന്നും കളഞ്ഞിട്ട് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ വല്ല കൃഷിപ്പണിക്കും പൊക്കൂടെ സുഹൃത്തെ? എന്റെ സുഹൃത്തെ, എനിക്ക് അങ്ങനെയൊക്കെ പോണമെന്നുണ്ട്. പക്ഷെ ഞങ്ങളെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര കുരങ്ങിന്റെ ശല്യമാണ്. കുരങ്ങ് കൂട്ടത്തോടെ വന്ന് കൃഷിയൊക്കെ നശിപ്പിച്ച് കളയും. പിന്നെ അത് മാത്രമോ, ഞങ്ങൾ അശയിലൊക്കെ തുണി കഴുകിയിട്ടിരുന്ന അതൊക്കെ എടുത്ത് കുരങ്ങ് ഡാൻസ് ചെയ്യും. പിന്നെ ഒരു ദിവസം മാമ അടിച്ച് ഫിറ്റായിട്ട് വന്നു. കുരങ്ങ് എന്ത് ഡാൻസ് ചെയ്യുന്നു? മാമ ഫിറ്റ് അല്ലേ? അതിന്റെ കൂടെ വന്ന് മാമനും ഡാൻസ് ചെയ്തു. കളിച്ച് മാമന്റെ തുണി ഉരിഞ്ഞു പോയി. അപ്പൊ മാമി ഒരു മണലുമായിട്ട് ഒന്ന് തുണിയില്ലാത്ത മാമനെ അടിച്ച് പേരയിലും കയറ്റി തുണി എടുത്ത് കയറ്റി.
അപ്പൊ മാമി മാമി രാവിലെ കുരങ്ങനായിട്ട് ആധാർ എടുക്കാൻ പോകുന്നുണ്ട്. മാമൻ പേരെടുത്ത് പേരൊക്കെ നല്ല കുടുംബം തന്നെ കേട്ടോ, വല്ലാത്തൊരു സംഭവം. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ കാണുന്നുണ്ട്, ആവശ്യമില്ലാത്ത റിവ്യൂ ഇടുന്നുണ്ട്. നിങ്ങൾ ഒരു പെൺകുട്ടികൾ ഈ റിവ്യൂ കണ്ട് നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുമോ? നിങ്ങൾ ആ കുട്ടിയെ നെഗറ്റീവ് പറയില്ലേ? സുന്ദരിയായ പെൺകുട്ടി നിമ്മി, ആഹാ. പ്രണയമായിരുന്നു ഞാനും നിമ്മിയും തമ്മിൽ. ഒരു ദിവസം ഞാൻ നിമ്മിയെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നു. എന്നിട്ട്? അപ്പൊ അവിടെ നിൽക്കുന്നു നിമ്മിയും അവളുടെ മമ്മിയും. ഞാനൊന്ന് ചമ്മി. പിന്നെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് എടുക്കണ്ടല്ലോ എന്ന് വെച്ച് മുന്നോട്ട് തന്നെ ചെന്നു. അപ്പൊ നിമ്മിയും മമ്മിയും മാത്രമല്ല അവളുടെ ആങ്ങളെ ജിമ്മിയും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് പമ്മി. അത് കണ്ട പട്ടി എന്നെ കമ്മി. അതുകൊണ്ട് എന്റെ കണ്ണൊന്ന് ചിമ്മി. നിങ്ങളുടെ ഈ യൂട്യൂബിലെ കഥ കേട്ടിട്ട് നാട്ടുകാരൊന്ന് വിങ്ങി. അതാണ് വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും ഒന്ന് തുമ്മി. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ സ്വന്തം അച്ഛനമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ നെഗറ്റീവ് പറയാൻ തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ റിവ്യൂ പറയുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്ത് കിട്ടണമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടണമെന്ന് മനസ്സിലാവണില്ല. എടോ ഈ നല്ല സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ചൊറിയും. അവര് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചൊറിച്ചിൽ നിങ്ങൾ അങ്ങനെയല്ല, ഈ ചൊറിയ എനിക്ക് അങ്ങ് പോരാന്ന് തോന്നുമ്പോ ഞാൻ കുറച്ച് ചൊറിയാൻ പോലും കൊണ്ട് വാരിയിടും. അപ്പൊ എന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവും. കടിക്കൂലേ? കടിക്കും. അപ്പൊ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ചന്ന പിന്നെ നെഗറ്റീവ് കമന്റ് ഇടും. അപ്പൊ എന്റെ കടി മാറും. കൊള്ളാം. നിങ്ങൾ ഇത്രയും ആൾക്കാർ ഓരോരോ കുറ്റങ്ങൾ പറയുന്നു. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു സംഭവം കണ്ടായിരുന്നു. നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട് 101 സിനിമാ നടന്മാരുടെ ശബ്ദം മിമിക്രി ചെയ്യുന്നത്. അതെ അതെ അതെ, ഞാനാ ചെയ്തത്. 1 മിനിറ്റ് കൊണ്ട് 101 സിനിമാ നടന്മാരുടെ ശബ്ദം. മോശം പറയരുത് കേട്ടോ. എല്ലാ സിനിമാ നടന്മാരുടെ ശബ്ദവും നിങ്ങളുടെ ശബ്ദം തന്നെ. അതിന് എനിക്ക് അഭിമാനിക്കാമല്ലോ. 101 സിനിമാ നടന്മാർക്കും എന്റെ ശബ്ദമാണല്ലോ. ഒരു കുറവില്ലല്ലേ സുഹൃത്തേ? നിങ്ങളിപ്പോ ഈ ഓരോരോ സിനിമയ്ക്ക് ഇങ്ങനെ മോശം കമന്റ് ഇടുന്നു. നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ ഏത് സിനിമ ഇറങ്ങിയാലും ഇനി നെഗറ്റീവ് കമന്റ് ഇട്ട് ആ പടത്തിനെ തുലച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ഗൈസ്, നിങ്ങൾ ആ സിനിമ കാണരുത്, ആ സിനിമ അഴുക്കുകയാണ്, മോശമാണ്, അതിൽ ഇതില്ല അതില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് എടോ ഇതിങ്ങനത്തെ കൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവും. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം കൃത്യമായിട്ട് കണ്ടല്ലോ. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഓരോ നല്ല സിനിമകളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമില്ലാത്ത റിവ്യൂവേഴ്സ് ആണ്. നല്ല നല്ല റിവ്യൂവേഴ്സ് ഉണ്ട്, പക്ഷെ ഇതുപോലെ കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട് ഓരോന്നും പറയുന്നവരെ നമ്മൾ വിശ്വസിക്കുക ചെയ്യരുത്. മലയാള സിനിമയോ ഒരു സിനിമയോ ഇനി തകരരുത്. നമ്മളെല്ലാവരും ഇവരെ പാടെ ബഹിഷ്കരിച്ചിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ തുറന്ന് കണ്ടു കഴിഞ്ഞു. ഇപ്പോ ഈ നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ നിങ്ങളുടെ ദുഷ്യന്ത് കൊക്ക് ഡിലീറ്റ് ചെയ്യില്ല, കാണണം. എന്റെ പണി പോകൂടാ. അതാ ഒന്ന് ചെയ്ഞ്ഞാലേ മറ്റൊന്നിന് വളമാവും എന്ന് വെച്ചാ എനിക്കും ജീവിക്കണ്ടേ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം കൗണ്ടേഴ്സ് നന്നായിരുന്നു. 2-3 കീടു കൗണ്ടേഴ്സ് വന്നു. നല്ല മെസ്സേജ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സോഷ്യൽ മീഡിയനെ എങ്ങനെ ആൾക്കാർക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം, അല്ല നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഒരു തൊഴിൽപരമായ ഒരു സിനിമ ഇൻഡസ്ട്രീനെ എങ്ങനെ ആൾക്കാർ നശിപ്പിക്കുന്നു, നന്നായി പറയുന്നു എന്നുള്ള ആ ഒരു സൂപ്പർ മെസ്സേജാണ്. അതും കറക്റ്റ് സമയത്ത്. ചാർജ് എന്താണ് നമുക്ക് നോക്കാം അല്ലേ? കാണാം. നോ ചേട്ടാ, അഖിൽ കാണാം. എന്താ പറയുക, ഫസ്റ്റ് ആദ്യത്തെ ഒരു 4 മിനിറ്റ് നിങ്ങൾ ഇഷ്ടംപോലെ കൗണ്ടർ ഉണ്ടായിരുന്നു. ആദ്യത്തെ 4 മിനിറ്റ് അത് ഫില്ല് ചെയ്തിരുന്നേ അത് പൊട്ടിത്തെറിച്ചാണ്. അപ്പൊ ഫോൺ റെഡി അല്ലേ? 2 ഫോണുണ്ട്. 2. അതെ, ഞാനതാ ഇത് തരുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ അടുത്ത തവണ നമ്മള് കിടിലൻ പെർഫോമൻസ് ആയിട്ട് തീർച്ചയായും. ഓക്കെ ഓക്കെ.